ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ഡോക്ടർ പൊന്നു. അപ്പോൾ ഇന്ന് ആസ്പിരിൻ എന്ന ഗുളികയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആസ്പിരിനെ പറ്റി എല്ലാവർക്കും അറിയാം. വളരെ കോമൺ ആയിട്ട് ഹാർട്ട് അറ്റാക്ക് ഉള്ളവർക്കോ സ്ട്രോക്ക് ഉള്ളവർക്കോ കൊടുക്കുന്ന ഗുളികയാണ്. അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ, സ്ട്രോക്ക് വരാതിരിക്കാൻ കൊടുക്കുന്ന ഗുളികയാണ്. അപ്പോൾ സാധാരണയായിട്ട് കാർഡിയോളജിസ്റ്റുകളും ന്യൂറോളജിസ്റ്റുകളും ആണിത് യൂസ് ചെയ്യാറുള്ളത്. കുറേ പേഷ്യൻസിന് ഈ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ കുറച്ച് പേടിയാണ് അവർക്ക് ഈ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. ഇത് ബ്ലഡ് തിന്നർ അല്ലേ, അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ദേഹത്ത് മുറിവ് വന്ന രക്തം നിൽക്കാതെ ബ്ലീഡ് ചെയ്താലോ എന്നൊക്കെയുള്ള കുറച്ച് പേടിയുണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ മരുന്ന് വളരെ സേഫാണ്. അതിൻ്റെ കറക്റ്റ് ഡോസിൽ എടുത്തു കഴിഞ്ഞാൽ സേഫാണ്. 75 എന്നുള്ള ലോ ഡോസൊക്കെ എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാക്കുന്നതേ ഇല്ല. പക്ഷേ ചെറിയ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്യാസ്ട്രിക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കാം. വയറുവേദന, ഗ്യാസ് പോലെയൊക്കെ തോന്നാം. അതും ഹൈ ഡോസസിൽ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തോന്നാം. പിന്നെ അതുപോലെ തന്നെ ആസ്പിരിൻ്റെ കൂടെ തന്നെ വേറെ ബ്ലഡ് തിന്നേഴ്സ്, ക്ലോപ്പിഡോഗ്രൽ എന്നൊക്കെയുള്ള ബ്ലഡ് തിന്നർ ഹൈ ഡോസിൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹീമോഗ്ലോബിൻ കുറയാം, ലോ ഹീമോഗ്ലോബിൻ ഉണ്ടാവാം, അനീമിയ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ്. പക്ഷേ ഈ വയറുവേദനയും ഗ്യാസും ഉള്ള പ്രശ്നം നമ്മൾ ആഹാരത്തിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരത്തില്ല. ഇത് വളരെ മിനിമൈസ് ചെയ്യാൻ പറ്റും ഈ സൈഡ് എഫക്ട്സ്. പിന്നെ ഇത് വളരെ എഫക്റ്റീവാണ് ഈ സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ. കഴിഞ്ഞ മാസം എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആ പേഷ്യൻറ്റിന് മുമ്പ് TIA എന്നൊരു പ്രതിഭാസം വന്നിട്ടുണ്ട്. TIA എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി നമുക്ക് തരുന്ന വാർണിംഗ് സിഗ്നലാണ്, സ്ട്രോക്ക് വരുന്നതിന് മുന്നോടിയായിട്ടുള്ള. അപ്പോൾ ഉടനെ തന്നെ ആ പേഷ്യൻറ്റിന് ആസ്പിരിൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു കുഴപ്പമില്ലാതെ കുറേ മാസങ്ങൾ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷേ ഒരു ഡെൻറ്റൽ പ്രൊസീജിയറിന് വേണ്ടി ഇദ്ദേഹം ഈ മരുന്ന് താൽക്കാലികമായിട്ട് നിർത്തി, ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം. പക്ഷേ 5 ദിവസം കഴിഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് ഇദ്ദേഹം മറന്നു സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഒരു 11ാമത്തെ ദിവസമായപ്പോൾ ഒരു മേജർ സ്ട്രോക്ക് ഉണ്ടായി. അപ്പോൾ ഈ ആസ്പിരിൻ അത്രയും ഇഫക്റ്റീവാണ് സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. അതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ തീർച്ചയായിട്ടും ഇത് കഴിക്കണം. ആസ്പിരിൻ പോലെയുള്ള ഗുളികകൾ ഏതെങ്കിലും സർജിക്കൽ പ്രൊസീജിയറിന് മുമ്പായിട്ട് നിർത്തേണ്ടി വരും. ഡെൻറ്റൽ പ്രൊസീജിയർ ആണെങ്കിലോ സർജിക്കൽ പ്രൊസീജിയർ ആണെങ്കിലോ ഇത് 3 തൊട്ട് 5 ദിവസത്തിന് മുമ്പായിട്ട് നിർത്തേണ്ടി വരും. പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്.